ഹായ് എവരിവൺ, ഗുഡ് മോർണിംഗ്. രാവിലെ 7 മണിയായിട്ടുണ്ട് സമയം. ഞാൻ പാക്കിംഗ് എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇതായിരുന്നു ഞാൻ നിന്ന് ഹോസ്റ്റൽ റൂം. ഇനിയിപ്പം നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് കൊടൈക്കനാൽ ടൗണിൽ കൂടി ഇനിയിപ്പം പാലക്കാട് എത്താനാണ്. ആൻഡ് ലൈക്ക് മേ ബി പാലക്കാട് സർവീസ് സെൻറ്ററിലൊന്ന് ജസ്റ്റ് ഒന്ന് ബൈക്ക് ഒരു ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി ഒന്ന് കാണിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ ഇറങ്ങാൻ നേരത്തെ കുറച്ച് റൈഡേഴ്സിനെ മീറ്റ് ചെയ്തു. അപ്പോൾ അവർ ഇവിടെ അടുത്തുള്ളൊരു സ്പോട്ട് റെക്കമെൻഡ് ചെയ്തു. പൂണ്ടിയൊക്കെ പോകുന്ന റൂട്ടിലാണ്. എന്നാൽ ആ ഒരു സ്പോട്ടും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ച് കൊടയിൽ കൂടി പോകാമെന്നുള്ളൊരു പ്ലാനിൽ ഞാനിപ്പോൾ ഇറങ്ങിയതാണ്. ഞാൻ വന്ന വഴി കണ്ടമാനം മോശമായ റോഡായിരുന്നു. ഫുൾ ഓഫ് റോഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു വഴിയും കൂടെ ഒന്ന് ഒഴിവാക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഈ ഒരു റൂട്ട് എടുത്തത്. ചെറിയ രീതിയിലൊരു കറക്കമുണ്ട്, ബട്ട് സ്റ്റിൽ they said it's worth a visit, so I'm heading that way. Beautiful roads, man, beautiful. എനിക്ക് കൊടയിൽ വന്നിട്ട് ഏറ്റവും ഒരു ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് പറയുക, ഈ മരങ്ങളാണ്. എന്തൂരം കണ്ടാലും മതി വരുന്നില്ല. പെട്ടെന്ന് ആ ഒരു സ്ഥലം അങ്ങ് മാറിപ്പോയത് കണ്ടില്ലേ. നൈസ് മാൻ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഗായ്സ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ. കട്ട വൈബ്, ഒന്നും പറയാനില്ല. കംപ്ലീറ്റ് മരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വഴി, ഒരു രക്ഷയില്ല. ഇങ്ങനെ കിടക്കുകയാണ് അങ്ങോട്ട്. ഓ, നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഫുൾ ആമ്പൽ കുളമാണ് കേട്ടോ. നൈസ്. ഇവരൊന്നും വിരിഞ്ഞിട്ടില്ല, ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. സോ ഗൈസ്, നമ്മൾ കൊടൈക്കനാൽ ടൗണെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങുന്ന വഴിയാണ്. ജസ്റ്റ് ഒരു ചെറിയൊരു ബ്രേക്കിന് വേണ്ടിയിട്ട് നിർത്തിയതാണ്. ഇനിയിപ്പം നേരെ പൊള്ളാച്ചി ആ റൂട്ടൊക്കെ കൂടി പാലക്കാടിലേക്ക് പോകാനാണ് പ്ലാൻ. സോ എവരിതിങ് ലുക്സ് ഗുഡ്. റിയാലിറ്റിയിലേക്ക് വന്ന ഒരു ഫീലിംഗാണ് എനിക്കിപ്പം തോന്നുന്നത്. സോ ഗൈസ്, ലൈക്ക് കൊടൈക്കനാൽ വാസ് ലൈക്ക് റിയലി എ ഗുഡ് ടൈം. എനിക്ക് മോർണിംഗ് റൈഡാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റിയത്. കുങ്കൽ എന്ന് പറഞ്ഞാൽ അത് പോയില്ലായിരുന്നെങ്കിൽ ഭയങ്കര വലിയൊരു നഷ്ടമാണ്. ഇപ്പോൾ 2 ദിവസം വന്ന് ലൈക്ക് തൊടുപുഴയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഈ വളവ് ഇടുക്കി ആ സൈഡ് മൊത്തം പുള്ളി എന്താണ് ഇങ്ങനെ വളച്ചുണ്ടല്ലോ. ഞാനൊരു പരുവത്തിലായി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ ലൈക്ക് ടയേഴ്സ് STR മാൻസ് ലൈക്ക് എൻ്റെയൊക്കെ പൊട്ടൻഷ്യലിൻ്റെ അപ്പുറം നിൽക്കുന്ന ടയേഴ്സാണ്. ഞാൻ എന്ത് ചെയ്തിട്ടും പുള്ളിക്ക് ഒരനക്കവുമില്ല. ഇനിയും പോട്ടെ എന്നുള്ള ഫീലാണ് ടയേഴ്സിൽ നിന്ന് കിട്ടുന്നത്. ഒന്നും പറയാനില്ല. ബാക്ക് 140 നിന്ന് 150 ചേഞ്ച് ചെയ്തുള്ളൂ. ബട്ട് ലൈക്ക് കോണേഴ്സൊക്കെ ചുമ്മാ ഞാൻ എന്നെ പറയുന്നത്, നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ വണ്ടി തിരിക്കുന്നത് എങ്ങനെയാണെന്ന്. വെരി എഫോർട്ട്ലെസ് ആൻഡ് ഇറ്റ്സ് ലൈക്ക് റിയലി സ്റ്റിക്കിങ് ഇൻ ടു ദ റോഡ്. ലൈക്ക് നമുക്ക് ഒരുപാട് ബ്രേക്സ് ഉപയോഗിക്കേണ്ട, ഒരു ഗിയർ ഡൗൺ ചെയ്ത് കോർണേഴ്സ് എടുക്കേണ്ട അങ്ങനെ ഒരു കോൺഫിഡൻസ് വരെ ഒന്നും തോന്നുന്നില്ല. ലൈക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ലീൻ ചെയ്ത് കൊടുത്താൽ മതി, പുള്ളി ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളും. റൈഡിങ് എ മോട്ടോർ സൈക്കിൾ ഈസ് എ ഡിഫറെൻറ്റ് സ്റ്റോറി ഫോർ മീ. കോർണേഴ്സ് നമ്മൾ ശരിക്കും ഇങ്ങനെ എടുത്ത് സൈഡൊക്കെ ഇങ്ങനെ ഒരയുവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ ലഗേജസ് ഇത്രയും ലോഡ് ഇരിക്കുന്നുള്ളൂ, അതായിരിക്കും ഇത്രയും. മിക്കവാറും എൻ്റെ ഫുഡ് പെഡൽസ് 2 തിരിച്ച് നാട്ടിൽ ചെല്ലുമ്പോൾ മാറേണ്ടി വരും. ഇറങ്ങി ഒരു പരിഭവം തോന്നും. ലൈക്ക് അത് നല്ല സ്ട്രോങ് ബിൽട്ടാണ്. പിന്നെ അത് ലൈക്ക് ഷോക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അബ്സോർവ് ചെയ്തോളും.
ലൈക്ക് ട്രയംഫ് റിയലി നോ ലൈക്ക് ഈ വണ്ടി എടുത്ത് ഇങ്ങനെ ഓടിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ആ രീതിയിലൊക്കെ കൈകാര്യം ചെയ്യണമെന്ന് അറിയുന്നുണ്ട്. അതിൻ്റെ പേരിൽ ഞാൻ ആ ഫ്രണ്ടിലെ ബ്രേക്ക് പാഡ്സ് സിന്തറ്റിലേക്ക് മാറ്റിയത് ട്രൈ ചെയ്ത് നോക്കിയേ. കുറേ പേര് ഇറങ്ങി നല്ല ബൈറ്റിംഗ് പവർ അതായത്. അപ്പം ഈ പഴയ ടയേഴ്സിൽ അത് ചേഞ്ച് ചെയ്യാൻ അത്ര തോന്നില്ല, കാരണം അത്ര ഗ്രിപ്പി ആയിട്ടുള്ള ടയേഴ്സ് ആയിരുന്നില്ല. അപ്പോൾ ഞാനിപ്പം ഇത് പിറയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ സിന്തറ്റിലേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ലൈക്ക് ബൈക്കിൻ്റെ വൈബേ അങ്ങ് മാറി. ലൈക്ക് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നിരിക്കും, അതിൻ്റെ അകത്ത് ഒരു സംശയമില്ല. ആൻഡ് ഈവൻ ഇഫ് നമ്മുടെ ബൈക്കിൻ്റെ വെയിറ്റ് ഒരു ഇത് തോന്നിയാലും പിറലി അത് ശരിക്കും ഫ്രണ്ടിൽ അത് ബാലൻസ് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെ പറഞ്ഞു തരണേന്ന് അറിയില്ല. ലൈക്ക് ഇറ്റ്സ് ഡെഫിനറ്റ്ലി വർത്ത് ഇറ്റ് ഇഫ് യു ആർ ഗോയിങ് ടു ചേഞ്ച് ടു എ ബെറ്റർ ടയേഴ്സ്. സ്റ്റോക്ക് ആയിട്ടുള്ള ടയേഴ്സിൽ ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ്സ് ഗോണ വർക്ക്. ലൈക്ക് സ്റ്റോക്ക് ആയിട്ടുള്ള ബ്രേക്ക് പാഡ്സിൽ ആ ടയേഴ്സ് കുറച്ചൊന്ന് റൺ ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ ലൈക്ക് അത്ര കോൺഫിഡൻ്റ് അല്ല. സോ മേ ബി ലൈക്ക് ഒരു 800 സംതിങ് ആണെന്ന് തോന്നുന്നു നമ്മുടെ സ്റ്റോക്കായിട്ട് വരുന്ന ബ്രേക്ക് പാഡ്സ്, ഓർഗാനിക് ഓർ ലൈക്ക് 500 സംതിങ്. ബട്ട് ലൈക്ക് ഇതിപ്പം സിന്തറ്റിൽ ഓൾമോസ്റ്റ് ഒരു 2300 അങ്ങനെ എന്തൊരു ചേഞ്ച് ഉണ്ട്. പിന്നെ ബെറ്റർ ലൈഫുണ്ട്. ബട്ട് ലൈക്ക് യാ ഇറ്റ്സ് വർത്ത് ഇറ്റ് ലൈക്ക് എനിവേ. ബിക്കോസ് ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയിൽ ബ്രംബോയുടെ ഗാലിപ്പേഴ്സും ബ്രേക്ക് പാഡ്സും ആയിരുന്നു. അത് തന്നെ 2500 എങ്ങാണ്ടായിരുന്നു അതിൻ്റെ പ്രൈസ്. ആൻഡ് ദാറ്റ് വാസ് ഓൺ എ പിറലി ടയേഴ്സ്. സോ ബെസ്റ്റ് കോംബോ ഐ പേഴ്സണലി വാസ് യൂസിങ് ഫോർ മെനി ഇയേഴ്സ്. നമ്മൾ പൊള്ളാച്ചി പാലക്കാട് ഹൈവേയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് പാലക്കാട് ഹോപ്പ്ഫുള്ളി ഒരു 100 കിലോമീറ്റേഴ്സോളം ഉണ്ട് എന്താണേലും. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പം ബ്രഞ്ചാക്കി ഇന്ന്. ഞാൻ ഹോട്ടൽ ഗൗരി കൃഷ്ണ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ്. നമ്മൾ ഊട്ടിയിൽ നിന്ന് പൊള്ളാച്ചി പോകുന്ന വഴിക്ക് തന്നെ ഉള്ള റൂട്ടിലൊരു ഹോട്ടലാണ്. ബൈക്കൊക്കെ ഇവിടെ പാർക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നേരെ പാലക്കാടുള്ള സർവീസ് സെൻറ്റർ വരെ ജസ്റ്റ് ഒന്ന് പോകാമെന്ന് ഓർത്തിട്ടാണ്. ചെയിനും കാര്യങ്ങളെല്ലാം ഓഫ് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട്. ഞാൻ മൈലേജ് ഓൾമോസ്റ്റ് ഒരു കാൽക്കുലേഷനിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് അറൗണ്ട് 26 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ട്രയംഫ് പാലക്കാടിൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ബൈക്കൊരു ജനറൽ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ചെയിനിൻ്റെ അതൊന്ന് ടൈറ്റൻ ചെയ്ത് തന്നിട്ടുണ്ട്, പിന്നെ ട്യൂബ് ചെയ്തു. പിന്നെ ഊട്ടിയിൽ നിന്ന് വരുന്ന വഴിക്ക് കംപ്ലീറ്റ് ഓഫ് റോഡൊക്കെ അടിച്ച് മൊത്തം ചെളിയെല്ലാം തെറിച്ച് ആകെ അലമ്പായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതും ഫുള്ള് വാഷ് ചെയ്ത് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സർവീസായിരുന്നു. ലൈക്ക് ഇവിടുന്ന് ഒരു AMS എന്ന് പറഞ്ഞ ഒരു സ്കീമിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഫർദറായിട്ട് വരുന്ന ജനറൽ ചെക്കപ്സ് എല്ലാം അതിലെനിക്കിനി കവറും ചെയ്യാം. So like anyway, good visit ആയിരുന്നു. Yeah, so see you guys in the next video.